നമസ്കാരം. കർണാടകയിലെ ചിന്നരായപട്ടണയിൽ തയ്യൽക്കാരനായ അയൽവാസിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് 6 വർഷം തടവ് ലഭിച്ചു. ഭരത് ഗോപാൽ, അഭിഷേക് യോഗേഷ്, ഏലിയാസ്, ചിരഞ്ജീവി ഗൌഡ, അഭിഷേക് നാഗരാജു, സോമശേഖർ ചന്ദ്രഗൌഡ, കുമാർ ഗൌഡ ഏലിയാസ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. ചന്നരായപട്ടണ അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. UG ഗംഗാധർ എന്ന തയ്യൽ തൊഴിലാളിയെ 2022 ഒക്ടോബർ 13 സംഘം കൊലപ്പെടുത്തിയത്. കേസിൽ 1-ാം പ്രതിയായ ഭരത് ഗോപാൽ തന്റെ വീട്ടിൽ അറിയിക്കാതെ പോയ യാത്രയുടെ വിവരങ്ങൾ ഭാര്യയെ അറിയിച്ചു എന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. കേസിലെ പ്രധാന പ്രതിയായ ഭരത് ഗോപാലിന് ഗംഗാധറിനോടുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തൽ. 2022 സെപ്റ്റംബറിൽ ഭരത് ഭാര്യയെ അറിയിക്കാതെ ദക്ഷിണ കന്നഡയിലെ സുബ്രഹ്മണ്യ എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോയിരുന്നു. യാത്രയുടെ ചിത്രങ്ങൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ചെയ്തിരുന്നു. പ്രദേശവാസിയായ ഗംഗാധർ ഭരത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇയാളുടെ ഭാര്യയെ അറിയിച്ചു. ഇതറിഞ്ഞ ഭരത് ഗോപാലിന് ഗംഗാധറിനോടുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഗംഗാധറിനെ പാഠം പഠിപ്പിക്കണം എന്നയാൾ തീരുമാനിക്കുകയായിരുന്നെന്ന് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ വസന്ത് കുമാർ പറഞ്ഞു. ഗംഗാധറിനെ പറഞ്ഞു പറ്റിച്ച് കാറിൽ കയറ്റി പ്രതിയായ ഭരത് ഗോപാലും സംഘവും ജാനിവാര ഗ്രാമത്തിലെത്തിച്ചു. അവിടെ വെച്ച് ഗംഗാധറിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. കൊലപാതകം നടക്കുന്ന സമയത്ത് ഗ്രാമത്തിലുള്ള 2 പേർ സംഭവ സ്ഥലത്തെത്തി. ഇതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ബൈക്കിലെത്തിയവർ ഗംഗാധറിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ മരണത്തിന് കീഴടങ്ങിയിരുന്നു. സംഭവത്തിന് പിന്നാലെ തന്നെ പോലീസ് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. പ്രതികൾ ജാമ്യത്തിലിറങ്ങിയപ്പോൾ 37 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഗംഗാധറിന്റെ കുടുംബത്തെ അവരുടെ കൂടെ നിർത്തി. ഗംഗാധറിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ കൂറുമാറി. ഇതോടെയാണ് ശിക്ഷ വെറും 6 വർഷമായി കുറഞ്ഞത്. എന്നാൽ പണം നൽകിയതിൽ മതിയായ തെളിവുകൾ ലഭിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെ സ്വാധീനിച്ച പ്രതികളെ കോടതി താക്കീത് ചെയ്തു. പ്രതികൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും ഇത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നും ജസ്റ്റിസ് ജഗദീഷ് വിമർശിച്ചു. ഒരാളുടെ ജീവൻ എടുത്തതിനു ശേഷം നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പണവും സ്വാധീനവും ഉപയോഗിച്ച് ശ്രമം നടത്തുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് എന്തു പറയാനാണ്? നീതിന്യായ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം ശ്രമങ്ങൾ അനുവദിച്ചു തരാൻ സാധിക്കില്ല. കോടതിയുടെയും പോലീസിന്റെയും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇത്തരം നടപടികൾ നയിക്കുക എന്ന വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.